ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മലബാർ സ്പെഷ്യൽ അവിൽ മിൽക്കാണ്. ഈ ഒരു അവിൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചൂടുകാലത്ത് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല പൊളി ഐറ്റം കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ആർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാനും പറ്റുന്ന ഈ ഒരു അവിൽ മിൽക്കിനെ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അവിൽ മിൽക്ക് തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പാളയംകോടൻ പഴമാണ്. പാളയംകോടൻ പഴം ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഞാലിപ്പൂവൻ പഴം എടുക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ഈ പഴത്തിന്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നിലക്കടലയാണ്. ഞാനിപ്പോൾ ഒരു പിടിയോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നിങ്ങളുടെ കൈവശം തോല് കളഞ്ഞ നിലക്കടലയാണെങ്കിൽ ഇതുപോലെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കടലയുടെ തോലൊന്ന് പൊളിഞ്ഞു കിട്ടുന്നത് വരെയുമാണ് നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കടല നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ തോലെല്ലാം എടുത്തൊന്ന് മാറ്റി വരാം. അതിനുശേഷം വീണ്ടും ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ തോല് കളഞ്ഞെടുത്തിട്ടുള്ള നിലക്കടലയെ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതായതുകൊണ്ട് അധികം ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരാവശ്യമില്ല. ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. ഇനിയിപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്നെടുത്ത് മാറ്റുവാണ്. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ 1/4 കപ്പ് അളവിൽ കാഷ്യൂസ് കൂടി ചേർത്തിട്ട് ഇതിനെയും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ അവിലാണ് വേണ്ടത്. ഞാനിവിടെ നല്ല പിങ്ക് കളർ അവലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അവിലിന് നല്ല തടിപ്പ് കൂടുതലാണ്. നമ്മുടെ അവിൽ മിൽക്കിന് ഇതുപോലൊരു അവിലാണ് കേട്ടോ വേണ്ടതും. ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് 1 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തെടുത്താൽ കൈകൊണ്ടൊന്ന് വാരി നോക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്ന രീതിയിലേക്ക് ആയി കിട്ടിയാൽ നമുക്കിതിനെയും എടുത്ത് മാറ്റി വെക്കാം. അവിലും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച പഴത്തിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 30 ഗ്രാം അളവിൽ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം പഴത്തിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു പൊട്ടറ്റോ മാഷറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. പഴത്തിനെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതേ രീതിയിൽ ഉടച്ചെടുക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ പഴത്തിനെ നല്ല പോലെ ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് കൂടെ ചേർക്കണം. ഞാനിവിടെ 350 മില്ലി പാലിനെ തിളപ്പിച്ചാറിച്ചതിന് ശേഷം നല്ല പോലെ തണുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പാലും പഴവും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് പഴവും പാലും കൂടി ചേർത്ത് മിക്സ് ചേർക്കാം. കൂടെ തന്നെ ഓരോ സ്പൂൺ അളവിലും വറുത്തെടുത്തിട്ടുള്ള അവില് കൂടെ ചേർക്കണം. ഇനി ഇതിന്റെ മേലെയായിട്ട് ഫ്രൈ ചെയ്തെടുത്ത നിലക്കടലയാണ് ചേർക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ബൂസ്റ്റോ ഹോർലിക്സോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 5 രൂപയുടെ പാക്കറ്റാണ് 2 ഗ്ലാസ്സിലോ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു ചൂട് കാലത്ത് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്ക് തന്നെയാണ്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്, ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ വാക്കുകളുമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.